ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ BS6 മോഡൽ വണ്ടിയാണ്. അതിൻ്റെ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആയിട്ട് വന്നേക്കണം കേട്ടോ. അപ്പോൾ നിലവിൽ രണ്ടാമത് റിപ്പീറ്റ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നേക്കണ കേസാണ്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ അതിൻ്റെ വണ്ടിയും ഇരുന്ന ബാറ്ററിയാണ്. 2023 മോഡൽ ബാറ്ററിയാണ്. അതാണ് ബാറ്ററി നമ്പർ ഡീറ്റെയിൽസൊക്കെ. നമ്മളൊരു പ്രാവശ്യം ചാർജ് ചെയ്ത് ഫുൾ ചാർജൊക്കെ ചെയ്ത് വെച്ചായിരുന്നാണ് കേട്ടോ വണ്ടി ബാറ്ററി. വീണ്ടും അത് കംപ്ലയിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 8.79 റേഞ്ചിലെ വോൾട്ട് കാണിക്കണുള്ളൂ. അപ്പോൾ ഞാനിനി വണ്ടിയുടെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണോ, വണ്ടിമേന്ന് ചാർജ് കയറാത്തതിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വേറൊരു ബാറ്ററി നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. അത് 12.5 വോൾട്ട് ചാർജുള്ളൊരു ബാറ്ററിയാണ്. അത് വെച്ച് നമ്മൾ ശരിക്കും വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ വണ്ടിമേന്ന് ശരിക്കും 14.5 വോൾട്ട് വരെ നമുക്ക് ബാറ്ററിയിലേക്ക് ബാക്കപ്പ് വേണം, ചാർജ് കയറണം. എന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ബാറ്ററി ക്ലിയർ ആയിട്ട് നിൽക്കുകയുള്ളൂ. പിന്നെയും ഒന്നല്ലോ ആ രീതിയിൽ വരണം. അതല്ലെങ്കിൽ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് കൊണ്ടായിരിക്കാം. ഓട്ടം കുറവാണെങ്കിലൊക്കെ ഓൾറെഡി ചാർജ് കുറഞ്ഞ് പോകാറുണ്ട്. ഓട്ടം കുറവുള്ള വണ്ടികളിലും ഈ പ്രശ്നം കാണാറുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ഞാനിപ്പോൾ വേറൊരു ബാറ്ററി വെച്ചിട്ട് അതിൻ്റെ കണ്ടീഷൻ ഒന്ന് കാണിച്ചു തരാം. നമ്മളതിൻ്റെ ബാറ്ററി വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് വേറൊരു പഴയ ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ തൽക്കാലം ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. അപ്പോൾ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ നമ്മൾ വണ്ടി ഓടുന്ന സമയത്ത് വോൾട്ട് കയറി വരുന്നുണ്ട്. 14.5 വോൾട്ടിലേക്ക് വന്നിട്ടുണ്ട്. വണ്ടിമേന്ന് കയറുന്നതിന് പ്രോബ്ലം ഒന്നും കാണുന്നില്ല നിലവിൽ കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നിലവിൽ ഒന്നും കൂടി ഒന്ന് ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് കൊടുക്കുകയാണെങ്കിൽ, ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഈ വണ്ടി നമ്മുടെ വണ്ടി വരുന്ന ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് ബാഡായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സെൽ ഡാമേജ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. എന്നിട്ടും പ്രോബ്ലം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സെയിം പ്രോബ്ലം കാണിക്കണമെന്നുണ്ടെങ്കിൽ വാറണ്ടി പീരീഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടിക്ക് അയച്ചു കൊടുക്കാം. തൽക്കാലം നമുക്ക് വേറൊരു ബാറ്ററി പഴയത് സെറ്റ് ചെയ്ത് തരാം. ഇത് വാറണ്ടിക്ക് അയച്ച് നമുക്ക് മാറ്റിയെടുക്കാം. 24 മാസം തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റി കിട്ടും. ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണെങ്കിൽ കേട്ടോ. അത് അതിക്ക് മുമ്പായിട്ട് ഒന്നുകൂടി ഒന്ന് ചാർജ് ചെയ്തിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ 24 മാസം തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാറണ്ടി പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യാം. അത് വാറണ്ടിക്ക് അയച്ച് നമുക്കത് മാറ്റിയെടുക്കാനുള്ള പരിപാടി ചെയ്യാം കേട്ടോ. 24 മാസം തികഞ്ഞിട്ടുണ്ടാവരുത്. 24 മാസം വരെയാണ് നമുക്കതിന് വാറണ്ടി റീപ്ലേസ്മെൻറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നതിൻ്റെ കേസ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അതാണ് കംപ്ലയിൻറ്റ്. വേറെ വണ്ടിമേ വേറെ പ്രോബ്ലമായിട്ടൊന്നും വണ്ടിമേന്ന് ചാർജ് കയറണേനൊന്നും വേറെ പ്രോബ്ലമായിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയാം. ഓക്കെ.